അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പിയാനോയിൽ ഉം. ഡെയിലി ഒരു 5 മിനിറ്റ്സ് അത് വർക്ക് ചെയ്യുക. അത് വായിച്ചിട്ട് സ്കെയിൽ റേഞ്ച് സി മുതൽ ഹൈയിലോട്ടും പുറകിലോട്ടും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ മൊബൈൽ ആ, ആപ്ലിക്കേഷനിൽ പിയാനോയിൽ വർക്ക് ചെയ്യുക. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ്ങിലെ സ്കോർ ബോർഡ് തന്നിട്ടുണ്ടല്ലോ. ആ, സ്കോർ ബോർഡ് നോക്കിയിട്ട് ജസ്റ്റ് വാമപ്പ് എക്സസൈസ് ചെയ്യുക. അതിനകത്ത് ഉം, സ്കോർ മാർക്ക് ചെയ്യുക. അതൊരു 10 മിനിറ്റ് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു 5 മിനിറ്റ്, ഇതൊരു 10 മിനിറ്റ് വാമപ്പ് എക്സസൈസ്. ഉം, തേർഡ് എന്ന് പറയുന്നത് അതിൽ 23 ആൻഡ് 24, 24th ലെസൺ, അതായത് നമ്മളിപ്പോൾ ഹൈ പിച്ചും ലോ പിച്ചും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇത് ചെയ്തില്ലേ, ആ മ്യൂസിക് അതിനകത്ത് പ്ലേ ചെയ്തിട്ട് അതിനോടൊപ്പം പാടിയില്ലേ. നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പിച്ച് സെൻസ് ഓക്കെയാണ്, പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യണം. വോക്കൽ റേഞ്ച് സാധാരണഗതിയിൽ എത്തേണ്ടുന്ന ഒരു റേഞ്ചിലേക്ക് എത്തുന്നില്ല, ഇനിയും ഒത്തിരി അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു പാട്ട് പഠിക്കണം. ആ പാട്ട് ഏതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു.